നല്ല ശമ്പളമുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് ജനങ്ങളെ സേവിക്കുന്നതിനായി ഒരു വോളണ്ടിയർ കാറ്റക്കിസ്റ്റായ ഫിലിപ്പിനോ സ്ത്രീയുടെ നാമകരണ നടപടികൾ ആരംഭിച്ചതായി രൂപതാ വൃത്തങ്ങൾ അറിയിച്ചു. 2011 75-ാം വയസ്സിൽ ക്യാൻസർ ബാധിതയായി നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട ലൗറീന ഫ്രാങ്കോയാണ് വിശുദ്ധ പദവിയിലേക്ക് അടുക്കുന്നത്. 1936 ജനിച്ച ഫ്രാങ്കോ ഫിലിപ്പൈൻ എയർഫോഴ്സിൽ ടെലിഫോൺ ഓപ്പറേറ്ററായും അക്കൗണ്ടിംഗ് ക്ലർക്കായും ജോലി ചെയ്തു. തെക്ക് കിഴക്കൻ മനില പ്രാന്തപ്രദേശമായ ടാഗുയിഗിലെ സെന്റ് ആൻ ഇടവകയിൽ വോളണ്ടിയർ കാറ്റക്കിസ്റ്റായി സേവനം ചെയ്യാൻ അവൾ പിന്നീട് ജോലി ഉപേക്ഷിച്ചു. പരിശീലന കോഴ്സിന് ശേഷം മുഴുവൻ സമയ കാറ്റക്കിസ്റ്റായി സേവനം ചെയ്ത ലൗറീന കുട്ടികളെ കാറ്റക്കിസം പഠിപ്പിക്കുന്നതിൽ ഏറെ സന്തോഷവതിയായിരുന്നു. മതബോധന രംഗത്തെ അവരുടെ സംഭാവനകൾ മാനിച്ച് 1990 സാധാരണക്കാർക്കും വൈദികർക്കുമുള്ള പരമോന്നത പേപ്പൽ ബഹുമതിയായ പ്രോ എക്ലീസിയ എറ്റ് പൊന്തിഫിസ് ലൗറീനയ്ക്ക് ലഭിച്ചിരുന്നു. ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് 2002 മദർ തെരേസ അവാർഡും ലൗറീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. സഭയ്ക്കുള്ള സമർപ്പിത സേവനത്തിനാണ് ലൗറീനയുടെ നാമകരണ നടപടികൾ ആരംഭിക്കുന്നതെന്നും കുട്ടികളെ വിശ്വാസം പഠിപ്പിക്കുന്നത് പോലുള്ള ലളിതമായ വഴികളിലൂടെയാണ് അവർ വിശുദ്ധിയുടെ പടവുകൾ കയറുന്നതെന്നും ഇത് സംബന്ധിച്ച അറിയിപ്പിൽ ബിഷപ്പ് മൈലോ ഹ്യൂബർട്ട് വെർഗാര പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന കുട്ടികളുടെ പഠനച്ചെലവും മറ്റു കാര്യങ്ങളും ലൗറീന വഹിച്ചിരുന്നതായി 10 വർഷത്തിലേറെ ലൗറീനയോടൊപ്പം മതാധ്യാപികയായിരുന്ന ജോമർ ഡി ഡിയോസ് അനുസ്മരിച്ചു. യുവാക്കളെ ബോധവൽക്കരിക്കുന്നതിലൂടെ വിശ്വാസം പ്രചരിപ്പിക്കാൻ ലൗറീന അവരെ പ്രചോദിപ്പിച്ചതായും അവർ കൂട്ടിച്ചേർത്തു.